ജനകീയ തുടക്കമോ എന്നാണ് ചോദ്യം. കേരളയിലേക്ക് വരികയാണ്. കേരളയിലൊരു വികസന വെല്ലുവിളിയായിരുന്നു, ജനങ്ങളോടുള്ള വെല്ലുവിളിയായിരുന്നു. നമ്മൾ കണ്ടതാണ് ജനങ്ങളുടെ പ്രതിഷേധം, കരച്ചിൽ, ആ സമരത്തെ എങ്ങനെ നേരിട്ടു, സ്ത്രീകളടക്കമുള്ളവരെ എങ്ങനെ തല്ലിച്ചതച്ചു. അതിൽ ചില സ്ത്രീകളെ മന്ത്രിമാർ തന്നെ അധിക്ഷേപിച്ചത് ടയർ കമ്പനിയിൽ നിന്ന് പണം വാങ്ങി നടത്തുന്ന സമരമെന്ന് പറഞ്ഞു. ചിലയിടത്ത് ന്യൂനപക്ഷങ്ങൾ സമരം ചെയ്യുന്ന ഭാഗത്ത് ചെന്ന് അവർ തീവ്രവാദികളാണെന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ സമരത്തിനൊടുവിൽ അത് 1460 അത്രയും ദിവസങ്ങൾക്കുള്ള സമരമാണ്. ഈ മഞ്ഞക്കുറ്റികൾ എത്രയുണ്ടെന്ന് അറിയാമോ? 6744 മഞ്ഞക്കുറ്റികളാണ്. ഒരു മഞ്ഞക്കുറ്റിക്ക് 48 കിലോ ഭാരമുണ്ട്. മൊത്തം 19 കോടി ചെലവാക്കി. അതാണ്, മഞ്ഞക്കുറ്റിക്ക് മാത്രമായി കോടികൾ ചെലവാക്കി. ആ സമയത്തും വലിയ സാമ്പത്തിക പ്രതിസന്ധി പറയുന്ന കാലമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ മഞ്ഞക്കുറ്റികൾ നാട്ടുന്നതിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, അത് നടപ്പാക്കിയ ഒരു രീതിയുണ്ട്. വികസനം നിങ്ങൾക്കിതാ വികസനം നടപ്പാക്കിയില്ലേ എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് ശേഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ വികസനം നൽകിയില്ലേ എന്നാണ്. ആ പറഞ്ഞ വികസനത്തിൽ ഒന്നായിരുന്നു ഈ കേരളയിലും. അപ്പോൾ ഇത് എത്രത്തോളം ജനപക്ഷത്തു നിന്നുള്ള വികസനമാണെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ജനപക്ഷത്തെ ആയിരുന്നില്ല. ഞങ്ങളിത് നടപ്പാക്കുമെന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ ജനങ്ങളിൽ നിന്നും അകന്നു നിന്ന് നടപ്പാക്കുന്നു. അത് ആർക്കു വേണ്ടി നടപ്പാക്കുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ കഴിയാത്തൊരു പദ്ധതിയായി അത് അവശേഷിക്കുകയായിരുന്നു. DPR ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും അതിൽ വ്യക്തതയില്ല എന്ന് വിദഗ്ധരടക്കം പല ഘട്ടങ്ങളിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതിക്ക് പകരം മറ്റെന്ത് പദ്ധതി, വേഗ പദ്ധതി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് വരുന്നത്. നിങ്ങളിപ്പോൾ ഈ വയനാട്ടിലും ഒരു പുതിയ പദ്ധതി കൊണ്ടുവരികയാണല്ലോ, തുരങ്കപാത. ആ തുരങ്കപാത കൊണ്ടുവരുമ്പോഴും വയനാട്ടിൽ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? അവിടെ വലിയൊരു പ്രകൃതിക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള പരിശോധനയോ അതിനെ എന്താ പറയുക മറികടക്കാനുള്ള എന്തെങ്കിലും ആലോചനകളോ ഈ ഘട്ടത്തിൽ നമ്മൾ കണ്ടില്ലായിരുന്നു. വേഗം തുരങ്കപാതയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയും എത്രത്തോളം പരിശോധിക്കപ്പെടുന്നു? വികസനം എന്നുള്ളത് കേരളത്തിന്റെ പരിസ്ഥിതി, അതിന്റെ പ്രകൃതിയുടെ സവിശേഷത ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുമ്പോഴും ഞാൻ പറയുന്നത് ഈ ദുരന്തത്തിന് ശേഷം അത് നടപ്പാക്കുമ്പോൾ ഒരു പ്രത്യേക പരിശോധന കൂടി വേറെ വേണ്ടതുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ നടന്നിട്ടുണ്ടെന്ന് ചോദ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു ചോദ്യമായി അവിടെ നിൽക്കുമ്പോൾ എത്രത്തോളം കേരളത്തിന്റെ പാരിസ്ഥിതിക സാഹചര്യവുമായി ചേർന്ന് നിൽക്കുന്നതാവണം പരിസ്ഥിതി വികസന പദ്ധതികൾ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പാഠമായി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ തന്നെയും ഈ സമരത്തിന്റെ സമയത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ അന്ന് സമര പന്തലുകളിൽ പോയിട്ടുള്ളതാണ്. അവർക്ക് നൽകിയ ഉറപ്പായിരുന്നു ഇത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ആ പദ്ധതി തന്നെ ഉപേക്ഷിക്കുന്നതെന്ന് തീരുമാനം വരുന്നത്. നേരത്തെ ആശാ വർക്കർമാരുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. ആശാ സമരത്തിലും ആ സമരപ്പന്തലിൽ പോയ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഓണറി കൂട്ടുന്ന ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. ഇനി PSC സമരം നമ്മൾ കണ്ടതാണ്. ആ PSC ഉദ്യോഗാർത്ഥികൾ ഈ മന്ത്രിസഭായോഗ തീരുമാനത്തെ ഇങ്ങനെ ഉറ്റുനോക്കി കുറച്ചെങ്കിലും നീട്ടിത്തരുമോ എന്നുള്ള ആകാംക്ഷയോടെ ഉറ്റുനോക്കി നമ്മൾ കണ്ടതാണ്. കണ്ണടച്ചുള്ള സമരം, ആ ചൂടുള്ള റോഡിൽ കിടന്ന് ശയന പ്രദർശനം നടത്തിയുള്ള സമരം, പല രൂപത്തിലുള്ള സമരങ്ങളാണ് വരുന്നത്. അപ്പോൾ അവസാന നിമിഷം പ്രതീക്ഷയോടെ കാത്തുനിന്ന് നിരാശയോടെ മടങ്ങുന്ന ആ ഉദ്യോഗാർത്ഥികളുടെ മുഖം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അവർക്ക് ദിവസം മാസങ്ങൾ നീട്ടി നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നെന്ന് പറയുമ്പോൾ അന്നത്തെ ആ സമരങ്ങളെ പിന്തുണച്ചുകൊണ്ടുള്ള തീരുമാനം എന്നുള്ളതാണ്. അപ്പോൾ അതൊരു തിരുത്തൽ നടപടിയാണെന്നുള്ളതാണ്. അതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ പറയുന്ന KSRTC ബസ്സുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് സൗജന്യം എന്നുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയിട്ടുള്ളതാണ്. നമുക്കത് നടപ്പാക്കാൻ കഴിയുമോ എന്നുള്ള പ്രായോഗികമായ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അപ്പോഴും അത് ഒരു വാഗ്ദാനം എന്ന നിലയ്ക്ക് എങ്ങനെ നടപ്പാക്കാൻ കഴിയും, സബ്സിഡി നൽകിക്കൊണ്ട് നടപ്പാക്കാൻ കഴിയുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അതിൽ പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധനയൊക്കെ തന്നെയും ഈ വരുന്ന പുതിയ മന്ത്രിമാർ നടത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതൊരു പ്രതീക്ഷയുടെ സമയമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, 2 ദിവസമായി നടക്കുന്ന ഒരു ചർച്ചയിൽ ഈ സെക്രട്ടേറിയറ്റിലെ സമര ഗേറ്റ് തുറന്നു കൊടുത്തു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റമായി മാധ്യമങ്ങൾ വലിയ രീതിയിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് തുറന്നിട്ടുണ്ടല്ലോ, നേരത്തെയും തുറന്നിട്ടുണ്ടല്ലോ എന്ന വാദം നമുക്ക് ഒരു വസ്തു ഉയർത്തുന്നുണ്ട്. നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വലിയ സമരങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ നടന്ന ഘട്ടങ്ങളിലും സമരസമയത്തൊന്ന് അടയ്ക്കും. അപ്പോൾ അവിടെ ബാരിക്കേഡിൽ വെച്ച് കെട്ടും. അത് കഴിഞ്ഞ് പിന്നീട് അത് തുറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി കോവിഡ് കഴിഞ്ഞിട്ട് തുറന്നോ എന്നൊരു ചോദ്യം. കോവിഡ് കഴിഞ്ഞിട്ടും തുറന്നിട്ടുണ്ടായിരുന്നു. അന്നും മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് എടുത്തു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുറന്നില്ലേ എന്ന്. കോവിഡ് കഴിഞ്ഞിട്ട് തുറന്നു, അതിനുശേഷം അത് പൂട്ടിയെന്നാണ്. പൂട്ടുന്നത് വെറുതെയല്ല, ഈ ബാരിക്കേഡുകൾ വെക്കുന്നു, കയറിട്ട് മുഴുവൻ ബന്ദോബസ്താക്കുകയാണ്. 4 ഗേറ്റാണല്ലോ ഉള്ളത്. 4 ഗേറ്റുകളിൽ കൂടിയും പ്രവേശനം എളുപ്പമല്ല. ഒരു സ്ഥലത്ത് കൂടി പ്രവേശനം, ആകെ കൂടി ഈ കന്റോൺമെന്റ് ഗേറ്റിൽ കൂടിയാണ് പ്രവേശനം. അതും റെസ്ട്രിക്റ്റഡ് ആണ്. എങ്ങനെയാണ്? മാധ്യമങ്ങൾക്ക് അതായത് അക്രഡിറ്റഡ് ജേർണലിസ്റ്റുകൾക്ക് അവർക്ക് ഈ അക്രഡിറ്റേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? ഗവൺമെൻറ് അപ്രൂവലാണല്ലോ, ഗവൺമെൻറ് കാർഡാണ്. ആ അക്രഡിറ്റഡ് കാർഡുമായി വരുന്ന മാധ്യമപ്രവർത്തകരെ പോലും ഈ പറയുന്ന ഗേറ്റിൽ തടഞ്ഞുകൊണ്ട് ആരെ കാണാനാണ്? എന്താണ് ആവശ്യം?
അനുമതി വാങ്ങിയിട്ടുണ്ടോ, ഈ ചോദ്യങ്ങൾ ചോദിക്കും. അത് കഴിഞ്ഞ് അകത്ത് കയറി ഈ കാര്യങ്ങൾക്കൊക്കെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിയോട്, അവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ പോലീസുകാരനോട് മറുപടി നൽകി അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് ഇലക്ട്രോണിക് ആക്സസ് കൺട്രോൾ സിസ്റ്റം വേറെയുണ്ട്. അതും മറികടന്ന് വേണം ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർക്ക് അകത്ത് കിടക്കാൻ. ഈ സെക്രട്ടേറിയറ്റ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനമാണല്ലോ, അവിടേക്ക് ആവശ്യങ്ങളുമായിട്ടാണല്ലോ ആളുകൾ വരിക. അപ്പോൾ എത്ര കടമകൾ കടന്നാണ് അങ്ങോട്ട് പോകേണ്ടതെന്നുള്ളതാണ്. അതിനുശേഷം അടുത്തത് അവിടെ നിയമിച്ചിരിക്കുന്നത് SISF നിയമിച്ചിരിക്കുന്നു. അതായത് സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനെ, അതായത് സെക്രട്ടേറിയറ്റിന്റെ സെക്യൂരിറ്റി കൂടാതെ ഈ പറയുന്ന സംവിധാനത്തെ കൂടി. അത് ബെഹ്റയുടെ കാലത്ത് വന്ന പരിഷ്കാരമാണ് കേട്ടോ. ആ പരിഷ്കാരം അവിടെ പലരും നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കാരണം അവർ ഈ സെമി ഓട്ടോമാറ്റിക് റൈഫിൾസുമായിട്ടൊക്കെ നിൽക്കുന്ന സുരക്ഷാ കാവൽ ഭടന്മാർ അവിടെ നിൽക്കുകയാണ്. അത് ചീഫ് സെക്രട്ടറിക്ക് അടക്കം വെച്ചിട്ടുള്ള സംവിധാനമാണ്. ആ സംവിധാനം ഇപ്പോഴും തുടരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് ഇപ്പോൾ മുഴുവൻ അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ ഒരു ഇരുട്ടറയാക്കിയിരിക്കുകയാണ്. അവിടെ എന്താണ് അവിടെ ഒരു ഭയപ്പാടിന്റെ സാഹചര്യം, അവിടെ ഒരു ത്രെറ്റ് ഉണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ജനങ്ങളിൽ നിന്നാണോ ത്രെറ്റ് ഉള്ളത്, അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമപ്രവർത്തകരിൽ നിന്നാണോ? അന്തസ്സുള്ള മാധ്യമപ്രവർത്തകർ 2 പ്രാവശ്യം അവിടെ പോയി നോക്കിയ ശേഷം പിന്നെ അകത്തേക്ക് കയറില്ല കേട്ടോ. കാരണം ഈ മാതിരി ചോദ്യങ്ങളും ഇതും കഴിഞ്ഞ് ഞങ്ങൾക്കിപ്പോൾ ഒരു കാര്യം കാണണ്ട എന്ന തീരുമാനമെടുത്ത് പോകുന്ന മാധ്യമപ്രവർത്തകരായിരുന്നു. അതിവിടെ തുടരുന്ന സംവിധാനമാണ്. ഇപ്പോൾ ഈ പറയുന്ന നോർത്ത് ഗേറ്റ്, ഈ പറയുന്ന സമര കവാടം എന്ന് പറയുന്ന നോർത്ത് ഗേറ്റ് തുറന്നിരിക്കുന്നു എന്നൊരു വലിയ കാര്യമായി അവതരിപ്പിക്കേണ്ട. തുറക്കുകയാണെങ്കിൽ മുഴുവൻ തുറക്കണം. ഈ സമരസമയത്ത് അടച്ചുപൂട്ടുകയും പിന്നീട് തുറക്കുകയും ചെയ്യുന്നുള്ളതാണ്. അതവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങൾക്ക് അകത്തേക്ക് കയറി അന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം അന്നത്തെ ദിവസം നമ്മൾ കണ്ടതാണ്. പക്ഷെ അത് തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അന്തസ്സുള്ളവർ, ഇപ്പോൾ ജനങ്ങളുടെ അന്തസ്സ് കാക്കുന്ന, സമരം ചെയ്തവരുടെ അന്തസ്സ് കാക്കുന്ന ഒരു തീരുമാനം ഈ തുടക്കമായി വരുമ്പോൾ ഇതുകൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. മാധ്യമപ്രവർത്തകരുടെ അന്തസ്സ് കാക്കുന്ന ഒരു തീരുമാനം കൂടി വേണം. ഇവിടെ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്ന വാതിലുകൾ തുറന്നുകൊണ്ട് പ്രവേശിപ്പിക്കണം. അപ്പോഴാണ് ഒരു ജനകീയ സർക്കാരാവുക. ഈ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ തന്നെ പ്രതിനിധികളാണല്ലോ. ഞങ്ങൾക്ക് നിങ്ങളോട് പറയണ്ട എന്ന് പറയുമ്പോൾ ജനങ്ങളോട് പറയണ്ട എന്നാണല്ലോ ഈ മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി പറഞ്ഞതിന് മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളത്. നിങ്ങളോട് പറയാനുള്ള നിങ്ങളോട് പറയും, ഇത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ജനങ്ങളോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ എന്ന് കൂടിയാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടം കിട്ടാനില്ല. അത് ജനങ്ങൾക്ക് കൊടുക്കലാണ്. അതിന് ഇടയ്ക്ക് നിൽക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ. അപ്പോൾ ഇത് ജനകീയ തുടക്കം എന്ന് പറയുമ്പോൾ ഇതുകൂടി സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ തരത്തിലും ജനകീയമാകട്ടെ. തുടക്കം ഇങ്ങനെയാണ്. തുടക്കം ശുഭകരമായി, മുന്നോട്ടുള്ള പോക്കും ശുഭകരമാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. Meet the editors.